വാത്സല്യമുള്ള മക്കളെ, ഹാപ്പി ക്രിസ്മസ് ടു യു ആൻഡ് എ ബ്രൈറ്റ് ന്യൂ ഇയർ ടു. നമുക്കൊരു ഉടുപ്പ്, ഷർട്ട്, സ്കേർട്ട് തുടങ്ങിയ ആവശ്യമുണ്ടെങ്കിൽ നാം എന്താ ചെയ്യുക? റെഡിമെയ്ഡ് വിൽക്കുന്ന കടകൾ കാണും, പോയി വാങ്ങും. അല്ല, ശരിക്കും ചേർച്ചയുള്ള ഡ്രസ്സ് വേണമെങ്കിലോ അളവ് കൊടുത്ത് തയ്പ്പിക്കും. ഉണ്ണിയേശു ബെത്ലഹത്തെ തണുപ്പിലേക്കല്ലേ വരിക. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ചില ഭക്തന്മാർ എന്താണ് ചെയ്യുന്നതെന്നോ? ചില അമേരിക്കൻ കുടുംബങ്ങൾ ചെയ്തതുപോലെ ചെയ്യുന്നു. ഒരു കുഞ്ഞു കുടുംബത്തിൽ പിറക്കാൻ പോകുന്നെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടതൊക്കെ സംഭരിക്കുവാൻ തുടങ്ങും. ഊടൻ ഷർട്ട്, സോക്സ്, തൊപ്പി, കുഞ്ഞിക്കിടക്ക, പിള്ളത്തൊട്ടിൽ. കുഞ്ഞ് പിറക്കുമ്പോൾ എല്ലാം റെഡി. ഇതുപോലെ ഭക്തർ ഉണ്ണിയേശു വരുമ്പോൾ വേണ്ടവയെല്ലാം ഒരുക്കാൻ ശ്രദ്ധിക്കും. പൈസ കൊടുത്ത് വാങ്ങാവുന്ന ഉടുപ്പുകളോ മറ്റു സാധനങ്ങളോ അല്ല സംഭരിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന കൊണ്ട്, സൽപ്രവൃത്തികൾ കൊണ്ട് നേടുന്ന സാധനങ്ങളാണ് ഉണ്ണിക്ക് സമർപ്പിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന 3-4 വാക്കുകളുണ്ട്. കേൾക്കണോ? കേക്ക്, കാരോൾ, കാർഡ്, ക്രിബ്, എല്ലാം കൊച്ചു ABC ഉണ്ടല്ലോ, ആ കൊച്ചു C കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ പലപ്പോഴും പ്രയോഗിക്കുന്നു. ഒരു നല്ല കേക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്മസ് ഗാനം, കാരോൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ട്. ഇഷ്ടപ്പെട്ടവർക്ക് നമ്മളൊരു കാർഡ് അയക്കുന്നു. പിന്നെ കഴിയും വിധം ഒരു കൊച്ചു ക്രിബ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് താല്പര്യമുണ്ട്. നല്ല കാര്യം. യേശുവിനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഇവയൊക്കെ. പ്രധാനപ്പെട്ട ഒരു സിയെക്കുറിച്ച് പറയട്ടെ. സി കൊണ്ട് ആരംഭിക്കുന്ന ഒരു വാക്ക്, അതൊരു വലിയ സി കൊണ്ട് ആരംഭിക്കുന്ന ABC, സി ക്യാപിറ്റൽ ലെറ്റർ. വാക്കെന്താ നിങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു? ക്രൈസ്റ്റ്. CHRIST, സി കൊണ്ട് ആരംഭിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ക്രൈസ്റ്റ്. നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മിശിഹ. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ അനുസ്മരിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിനെ ഒരുപക്ഷെ അവതരിപ്പിക്കുന്നത് ഒരു കൊച്ചു പടമായിരിക്കാം, ഒരു കൊച്ചു രൂപമായിരിക്കാം, ഒരുപക്ഷെ പള്ളിയിലെ ക്രിബിലുള്ള ആകർഷകമായ ഉണ്ണിയേശുവിൻ്റെ നമ്മൾ കാൽമൊത്തുന്ന ആ രൂപമായിരിക്കാം. അങ്ങനെ എന്തുമായിരിക്കാം. പക്ഷേ നമുക്കുണ്ടല്ലോ, ഈ ദൈവത്തിനെ നമ്മളിപ്പോൾ കാണുന്നതും പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരുമൊക്കെ കണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. അവർ ഉണ്ണിയേശുവിനെ കണ്ടു, കരങ്ങളിലെടുത്തു, മാറോടണച്ചു, ഉമ്മ വെച്ചു, താലോലിച്ചു. എന്തൊരു ഭാഗ്യമുള്ളവരാണ് അവരൊക്കെ. പൂജരാജാക്കന്മാരൊക്കെ അതുപോലെയൊക്കെ ചെയ്തു. നമുക്കും അതുപോലെ ചെയ്യാൻ കൊതിയുണ്ടായിരിക്കാം. യേശുവിനെ എടുക്കാനും ഉമ്മ വയ്ക്കുവാനുമൊക്കെ നമുക്കത് സാധിക്കുമോ? ഇങ്ങനെ വലിയൊരു ആശ പൂർത്തീകരിച്ചൊരു കൊച്ചു സംഭവം നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ ഹോസ്പിറ്റലിൽ അമ്മത്തോട്ടിൽ വെച്ചൊരു കുഞ്ഞിനെ കിട്ടി. ഒരു കൊച്ചു കുഞ്ഞ്, മാസം തികയുന്നതിന് മുമ്പ് പറഞ്ഞൊരു കുഞ്ഞ്, ക്ഷീണിച്ച് എലിക്കുഞ്ഞ് പോലൊരു മനുഷ്യക്കുഞ്ഞ്. സിസ്റ്റേഴ്സ് അതിനെ കണ്ടു, അതിനെ എടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾ പരിചരിച്ചത് ഉണ്ണിയേശുവിനെയാണ്. കാരണം എന്താണെന്നറിയാമോ? യേശുവിനോട് പറഞ്ഞിരിക്കുന്നു, ഇതുപോലൊരു ശിശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്നെയാണ് നിങ്ങൾ സ്വീകരിച്ചത്.